ശങ്കരണ്ണ വരാറുണ്ടോ വീട്ടില്? ഇടയ്ക്കൊക്കെ വരും. പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെ കച്ചവടം കാര്യങ്ങൾ? കച്ചവടമൊക്കെ വലിയ മോശമാണ്. വേറെ എന്തെങ്കിലും പരിപാടി തുടങ്ങണേ നോക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയത്തിലേക്ക് പോകണം. തകർക്കാം. എങ്ങനെയുണ്ട്? ഇലക്ഷനൊക്കെ വരാല്ലേ? ഒരു പണിയില്ലല്ലോ. കുറച്ച് ചേട്ടത്തേക്ക് ലാഭമായല്ല. ഓട്ടോ കാശ് കൊടുക്കണ്ടല്ലോ. അയ്യോ, എനിക്ക് ഓട്ടോ കാശൊന്നും ചെലവാറില്ല. ഞാൻ രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് വാഴക്കാലേക്ക് നടക്കും. വൈകുന്നേരം തിരിച്ചു വരുമ്പോ വാഴക്കലിൽ നിന്ന് ഇങ്ങോട്ടും നടക്കും. അത് നല്ലതാണ്, നടക്കണം, നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അധികം ആരോഗ്യം വേണ്ട. സ്കൂട്ടർ വാങ്ങിച്ചവരും ഭവാനിയമ്മ കുട്ടമ്മളെ അറിയിച്ചാ? അയ്യോ, നിങ്ങൾ അറിയിച്ചില്ലെങ്കിലും എനിക്ക് അറിയിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മ പരാതിയും പറഞ്ഞു, സ്കൂട്ടർ വാങ്ങിയിട്ട് അങ്ങോട്ട് ഇതുവരെ ചെന്നില്ലാന്ന്. ഓ, അല്ലെങ്കിൽ പരാതി വരാത്ത ഒരാള് അമ്മ. ചേട്ടത്തി, മാമിക്ക് മാമനൊക്കെ സ്വന്തം തന്നെ? സുഖമായിട്ടിരിക്കുന്നു. അമ്മ എത്തിയാ? അമ്മ എത്തിയാ? അമ്മയെ കാണാതെ ഇതുവരെ മനസ്സമാനല്ല ഓടി കിടന്ന് വരികണ പോലെ. അമ്മ എത്തിയാ? ഓവറാക്കല്ലേട്ടാ. നിന്റെ മൂത്ത രണ്ടെണ്ണല്ലോ ഇവിടെ. മൂത്തതാ? ഓ, ശാശ്വസി പോയി. അത് ഇളയതുങ്ങളല്ലേ? നമ്മ ഇളയൊന്നുമല്ല, അതിന്റെ വായിന്നൊക്കെ വീണ് കേൾക്കണം. നിന്നേക്കാ മൂത്തെന്ന് തോന്നും. അത് കറക്റ്റാ. അതിങ്ങനെ സംസാരം പോലെ തന്നെ. അച്ഛാ, അവരെ കൂടുതൽ അങ്ങോട്ട് പുച്ഛിക്കണ്ട. അവരുടെ വാക്കും കേൾക്കാതെ പോയിട്ട് ഒരുപാട് കുഴപ്പത്തിൽ ചെന്ന് ചാടിയ അനുഭവങ്ങളില്ലേ? ഞാൻ എന്ത് കുഴപ്പത്തിൽ ചാടി? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അപ്പൊ ഓർമ്മ കിട്ടും. അഥവാ കുഴപ്പം ചാടി. ഇപ്പൊ കുഴപ്പമൊന്നും? അയ്യോ, കുഴപ്പമൊന്നുമില്ല. അച്ഛനെ സമ്മതിച്ച് തന്നാ മതി. സമ്മതിച്ചു. എന്തോന്ന് രാവിലെ തൊട്ട് തുടങ്ങിയാണ് 4 എണ്ണം കൂടെ. അമ്മ ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു കുറെ നേരം കണ്ടിട്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് ഇല്ലാത്ത ഉള്ളതൊക്കെ പറഞ്ഞോട്. അടക്കളെ കൊണ്ട് പറഞ്ഞോടാ. എന്താടാ? നല്ല വണ്ടിയല്ലേ? പഴയ കാര്യം ഇറങ്ങ. ഞാൻ വാഴക്കാല വരെ പോയിട്ട് വേണ്ട. നീ വണ്ടിയെ പുച്ഛിച്ചള്ളിയല്ലേ, നീ വാഴക്കാല പോണ്ട. അപ്പല്ലേ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ വണ്ടിക്ക് നിന്റെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അളിയാ, ഒന്ന് കൊടുക്ക്. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, കൊടുക്ക്. ഞങ്ങളൊന്ന് കറങ്ങിട്ട് വരാം. വണ്ടിയൊക്കെ തരാം, പക്ഷെ സൂക്ഷിച്ച് കണ്ട ഓട്ടിക്കണം. അത് വേണം. കാരണം ഇത് സംഭവം സ്ട്രോങ് ആണ്. പക്ഷെ ഒരു കൊച്ചങ്ങ എഴുതാൻ സ്റ്റാർട്ടാവും. അത്ര കണ്ടീഷനാണ് ഞാൻ വണ്ടി വെച്ചേക്കണം. പൊന്നുപോലെയാണ് ഞാൻ നോക്കണത്. ഗിയർ നേരെ ഇടണം, ക്ലച്ച് നേരെ പിടിച്ചിട്ട് ഗിയർ ഇടാവും. എനിക്കറിയാടേ. നീ അറിയാമെന്ന് പറയണ. നീ ഒറ്റ ഞാൻ കണ്ടിട്ട് കടകട സൗണ്ട് കേട്ടാ എൻ്റെ സ്വഭാവം മാറും. പിന്നെ അതുപോലെ തന്നെ ആക്സിലേറ്റർ പതുക്കെ കൊടുക്കണം. പെട്ടെന്ന് ഗുമ്മ കഴിഞ്ഞാൽ പെട്രോൾ അധികം ഇറങ്ങും. അതിൻ്റെ ത്രോട്ട് തുറന്നു, പെട്രോളിൻ്റെ അറിയാലോ, കാർബറേറ്ററിൻ്റെ ത്രോട്ട് തുറന്നു, അറിയാലോ. പിന്നെ വെട്ടിത്തിരിക്കരുത്, വെട്ടിത്തിരിച്ചിൻ്റെ അലൈൻമെൻറ്റ് പോവും, അറിയാലേ. വണ്ടി എടുക്കരുതെന്നാണ് പറഞ്ഞത്. വണ്ടി എടുക്കരുതെന്നുള്ളതല്ല, വണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ രീതി പറഞ്ഞ് പിന്നെ കട്ടർ ഇറക്കരുത്. അതിൻ്റെ ഷോക്ക് അബ്സർവ് പോവും. പിന്നെ അവസാനം അതിൻ്റെ സസ്പെൻഷനെല്ലാം പോയിട്ട് ആകെ പ്രശ്നമാവും. അതെല്ലാം കുട്ടപ്പനായിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുണ്ട് സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പം പോണ വഴിയിൽ വേറെ ആരും പരിചയക്കാരെ കാണണമെങ്കിൽ ജയന്ത നീ കയറ്റിക്കളയില്ലേ, രണ്ടുപേരും കൂടെ വണ്ടി കയറ്റില്ല. പിന്നെ പെട്രോൾ അടിക്കണം, ഒരു 5 ലിറ്റർ പെട്രോൾ അടിക്കണം. പെട്രോൾ ഞാൻ അടിച്ചോളാം. ഇതാണ് പറഞ്ഞു വന്ന ഇതിനാണ്. ഫുൾ ടാങ്ക് എപ്പോഴും ഞാൻ ഫുൾ ടാങ്കിലാണ് ഓടുന്നത്. കുലിക്ക് അറിയാം. ഇതിപ്പോ കുറച്ച് ലോങ് പോയിട്ട് വന്നിട്ടാണ് ഇപ്പൊ ഒന്ന് കുറഞ്ഞത്. എപ്പോഴും ഫില്ലാക്കി ഇടണം. ഈ വണ്ടി എടുത്തോണ്ട് വെക്കോ. ഈ പറഞ്ഞതങ്ങ് നീ അവിടെ നേറ്റിങ്ങിൽ വരുമ്പോൾ നമ്മളെ വണ്ടി എടുക്കും, എന്റെ വണ്ടി എടുക്കുമ്പോൾ ബാധ്യതല്ലേ ഡേ? നിന്റെ വണ്ടി എടുത്ത് പൊന്നൂരാണ് ഞാൻ നോക്കണത്. അതുപോലെ നോക്കാനാണ് ഞാൻ പറഞ്ഞത്. സൂക്ഷിക്കണം. എന്റെ വണ്ടി ഏതുവഴി കയറണേ? ഏതുവഴി കയറണേ? ഇതുവഴി കയറിക്കോളാം. ഇറങ്ങും. ഡ്യൂട്ടാണോ നോക്ക്. ചക്കട വണ്ടി ഉണ്ട്, അവൻ പറയണ കേട്ട് കഴിഞ്ഞാൽ മറ്റേ ബെൻസ് കൊണ്ടുവരും. ഞങ്ങൾ ഓടിച്ച് തകർത്തിട്ട് കൊണ്ടുവരാം. ഞങ്ങൾ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ കാര്യം ഞങ്ങൾ അച്ഛനടുത്ത് പറഞ്ഞപ്പോഴാണ് അച്ഛൻ ഞങ്ങളെ വാക്ക് പറഞ്ഞു ഓടിച്ചു. ഞങ്ങൾക്ക് വലിയ വിഷമമൊന്നുമില്ല, കാരണം ഞങ്ങൾ എന്ന് നല്ലത് ചെയ്താലും ഇത് തന്നെ ഞങ്ങളുടെ അവസ്ഥ. ചേട്ടാ, വേറെ ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ അമ്മയ്ക്ക് നമ്മളെ മനസ്സിലാവും, അല്ലേ അമ്മ? അമ്മയ്ക്ക് നിങ്ങളെ മനസ്സിലാവുകയൊക്കെ ചെയ്യും, പക്ഷെ ചിറ്റപ്പൻ്റെ അടുത്ത് നിങ്ങൾ അങ്ങനെ പറയണ്ടായിരുന്നു. അമ്മ കട അടച്ചു പൂട്ടാൻ പറഞ്ഞാണ് എത്ര വലിയ തെറ്റ്. എടാ, ചിറ്റപ്പന് നിങ്ങളെക്കാൾ ഒരുപാട് ജീവിത അനുഭവങ്ങൾ കൂടുതലാണ്. അങ്ങനെയുള്ള ചിറ്റപ്പൻ്റെ അടുത്ത് നിങ്ങൾ എന്തിനാ കടയടിച്ചു പൂട്ടാൻ പറഞ്ഞേ? എൻ്റെ അമ്മ, ഈ ജീവിതാനുഭവത്തിനൊന്നും ഒരു കാര്യമില്ല. അറ്റ് പ്രസന്റ് എന്താണോ അതാണ് കാര്യം, അത്രേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ അവന് കുറച്ച് കച്ചവടം കുറവായിരിക്കും. എന്ന് വെച്ചാൽ നേരത്തെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാ. അവനറിയാം അതെങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ. അത് നിങ്ങൾ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചേട്ടാ, നമുക്ക് തെറ്റി. നമ്മൾ വിചാരിച്ചത് എന്താ, അമ്മയ്ക്കെങ്കിലും കുറച്ച് വിവരം ഉണ്ടാവുന്നു. ഇത് അമ്മ ചിറ്റപ്പനേക്കാളും കഷ്ടമോ അച്ഛനേക്കാളും കഷ്ടമോ?
വായിച്ചേ നമുക്ക് പോവാം. നമ്മുടെ അഭിപ്രായത്തിന് വിലയില്ലാത്ത സ്ഥലത്തെ നമ്മൾ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വാ വായട്ടാ. ഈ ബൾബൊക്കെ കത്തിക്കാറില്ലേ? ബൾബേ കത്തിക്കാറില്ലേ? ഇല്ല, ഈ കാന്തം കിട്ടിയതിന് ശേഷം ബൾബ് എത്തിക്കാറില്ല. കത്തിക്കാന്നിട്ട് പറയാം കേട്ടോ, പറഞ്ഞേ. ആ കാണിച്ചു തരാം കേട്ടെ. എന്താ നീ ജൈവ കൃഷി നടത്തിയില്ലടാ? ആ സ്ഥലത്ത് നമ്മൾ വാഴ കൃഷി നടത്തിയത്. നമ്മൾ രണ്ടും കൂടിയോ? ഓ വാഴകൃഷി നടത്താനാ? വാ നടക്കേല അളിയ. അതെന്ത്? അളിയന്റെ വാക്കും കേട്ട് ഞാൻ വാഴകൃഷിക്ക് പോയാലുണ്ടല്ല, ഒറ്റക്ക് പണിയെടുത്തിട്ട് നടുകൂടി. ജയന്തന് ബുദ്ധി വെച്ചു. നിനക്കാ ഇവരെ വച്ചില്ല. എനിക്ക് നേരത്തെ ഉണ്ട്. ഉണ്ട് എനിക്ക്. ഈ ബാലു എവിടെ ആ 4 എണ്ണം? ഏ ആ 4 പേർ സംഘം എവിടെ? ഏത് നാലെണ്ണം? ഇവിടത്തെ 4 എണ്ണം. ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഓ അവിടെ നിന്നാണ് വരണേ അല്ലേ? അപ്പൊ നിങ്ങളുടെ യോഗസ്ഥലം അവിടെ ഇരിക്കും. അല്ല, ഞങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. എടാ പൊട്ടാ, നീയാണ് ഇവരെക്കാളും മൂത്തത്. അപ്പൊ നീ വേണ്ടി ഇവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അതിന് പകരം അവരൊപ്പം നിൽക്കുകയാണല്ലേ? അത് എനിക്ക് ആകുമ്പോൾ കൺഫ്യൂഷൻ ആയി, ഏത് സൈഡ് നിൽക്കണം മനസ്സിലാവുന്നു. വേറെ അതിന്റെ പൊട്ടാന്ന് വിളിക്കുന്നത്. നമ്മളെ പറഞ്ഞാൽ മതിയല്ലേ? ആവശ്യത്തിന് അനാവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത്. അതുകൊണ്ട് എവിടെ എന്തും പറയാം. അഭിപ്രായം അതെനിക്ക് അറിയാൻ പാലു. അതുകൊണ്ടല്ലേ ചിറ്റപ്പനടുത്ത് ഇവര് പറഞ്ഞത് ചിറ്റപ്പ കണ്ണു നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോവാൻ. ചിറ്റപ്പനടുത്ത് മാത്രമല്ല, ജയന്തനടുത്തും പറഞ്ഞവൻ. പോട്ടല്ലേ പിള്ളേരല്ലേ, വിട്ടുകളാ. അങ്ങനെ കരുതിയിട്ടാണ് ഇതുവരെ വിട്ടത്. അപ്പൊ കയറി പോവല്ലേ? അപ്പൊ ഞങ്ങളുടെ അഭിപ്രായത്തിനും നിർദ്ദേശത്തിന് ഈ വീട്ടിൽ യാതൊരു വിലയുമില്ലേ? അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും തന്നിട്ടുണ്ട്. പക്ഷെ അത് വിവരക്കേട് പറയാനുള്ള ലൈസൻസ് തന്നെ എടുക്കണം അല്ലേ? അല്ല ചാ, വളർന്നു വരുന്ന യുവതലമുറയുടെ പ്രതിനിധി നീ എത്ര പഠിക്കുന്നത്? 6 നീയാ? 5 നീയാ? ബികോമിന്. നീയാടാ? BSc പാസ്. ഇപ്പൊ അവരവരെ സ്ഥാനം മനസ്സിലായല്ലേ? അത് അറിഞ്ഞുള്ള സംസാരം മതി കേട്ടാ. അല്ല ചെറിയ വയല് വലിയ വർത്തനം പറയണ്ട. പറയുന്ന ആരെന്നാടാ? അച്ഛൻ. അതെ അച്ഛൻ. ഇനി എന്നെ ഇത് പറയിപ്പിക്കരുത്. കരുഭാഗത്ത് പോകല. ഇത് എവിടെ നിന്ന് ഇറങ്ങി പറഞ്ഞേ? ഇറങ്ങി. ഇതേ ഉള്ളു ഇപ്പൊ ആശ്വാസം. അതിന്റെ അടിയിലായിരുന്നു വെച്ചത്. അതിന്റെ അടിയിൽ അവിടെ പോണേ. അത് അതിനോടെ പോയുള്ളൂ. പാറു വാ വാ ഓടുവാ. എന്തുവാണ്? വാ. ഇതിനാണ് വന്നത് അച്ഛാ വിളിക്കാൻ. ഒരു ബനാന തരാം. കൈ അതിനകത്ത് കമ്പിയൊക്കെ ഉണ്ട്. കമ്പിയൊക്കെ ഉണ്ട്. നിങ്ങളെ കഴിക്കപ്പോ അത് കൊടുക്കാനാണ് ഞാൻ ചതൽ. ഓ എന്ത് വേണം? ഓ പറ. ഇത് കൊടുക്കാനാണ് കേട്ടോ. ആ